കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറൻഷ്യബിലിറ്റി എന്ന ഒരു പോയിൻ്റാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിലെ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന ഒരു ചാപ്റ്റർ പഠിച്ചു. അവിടെ ലിമിറ്റിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്തു. ആ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ഈ വർഷം പഠിക്കുന്ന ഡിഫറൻഷ്യബിലിറ്റി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഡെറിവേറ്റീവ് എന്ന ആ ഭാഗത്തിൻ്റെ ഒരു തുടർച്ചയാണ്. നമ്മൾ കണ്ടിന്യൂറ്റി തുടങ്ങിയത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്, ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് തുടങ്ങിയത്. ആ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം നമ്മൾ ആ ജനറൽ കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്ന് പറഞ്ഞ പോലെ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് നമ്മൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി എന്താണ്, ഒരു പോയിന്റിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം കഴിഞ്ഞ വർഷം നിങ്ങൾ ഡെറിവേറ്റീവ് പഠിച്ച അവസരങ്ങളിൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈസിക്കൽ ടു എ ഈസിക്കൽ ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്നും d/dx ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈസിക്കൽ ടു എക്സ് ഈസിക്കൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. നമ്മളെ ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിളൊക്കെ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്ക് പരിചിതമാണ്. ഇതെങ്ങനെയാണ് ഇത് വന്നതെന്നൊക്കെ നമുക്കറിയാം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ ഒരു ഫോർമുല അവിടെ വന്നത്, നമുക്ക് എങ്ങനെയാണ് ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഡിസ്കസ് ചെയ്തത് നമുക്ക് ഒന്നും നോക്കാം. അതായത് നമുക്കിപ്പോൾ y ഈസിക്കൽ ടു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതും. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫ് നമ്മളിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് എഫ് ഓഫ് എക്സ് എന്ന് y ഈസിക്കൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫാണെന്ന് കരുതുക. അപ്പോൾ നമ്മളിവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ എടുക്കുക. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ എത്ര വേണമെങ്കിൽ ഫംഗ്ഷനെങ്കിൽ അതിൻ്റെ ഒരു ഡൊമൈനിൽ ഒരു പോയിന്റാണ് എ എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ വൈ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ഇത്രയും ഭാഗമായിരിക്കും അതിൻ്റെ വൈ വാല്യൂ, അല്ലെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് നമ്മൾ എടുക്കാമെങ്കിൽ എ എഫ് ഓഫ് എ എന്ന് കാണും. ഇത്രയും ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്നത്, ഈ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ എഫ് ഓഫ് എ. അപ്പോൾ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എ എഫ് ഓഫ് എ. ഇനിയിപ്പോൾ നമ്മൾ എക്കൊരു ചെറിയ ഇൻക്രിമെൻറ്റ് നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിച്ചു, ഒരു ചെറിയ ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈനിൽ നിൽക്കത്തക്ക രീതിയിൽ ഒരു ഇൻക്രിമെൻ്റ്, ഒരു എച്ചിൻ്റെ അപ്പോൾ ഒരു എ പ്ലസ് എച്ച് എന്ന് പറയുന്നൊരു, ഇവിടെ നിന്ന് ഇത്രയും ദൂരം എച്ച് ആണെന്ന് കരുതും. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എ പ്ലസ് എച്ച് ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാം, എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുന്നത് ഇത്രയും ദൂരമായിരിക്കും, എഫ് ഓഫ് എ പ്ലസ് എച്ച്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എ പ്ലസ് എച്ച് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണെന്ന് കരുതുക, പോസിറ്റീവ് സംഖ്യയാണ്. അപ്പോൾ എ പ്ലസ് എച്ച് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആയിരിക്കും. ഈ ഫംഗ്ഷൻ ഈ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് എച്ച് ആണ്. അപ്പോൾ ഈ എച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഖ്യയാണെന്ന് കരുതുക. ഈ ഇതിൻ്റെ ഡൊമൈനിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ എ പ്ലസ് എച്ച് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അതായത് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്, ഇത്രയും ഡിസ്റ്റൻസ് എഫ് ഓഫ് എയുമാണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അപ്പോൾ ഇവിടെ ഈ വൈ വാല്യൂയിലുള്ള വ്യത്യാസമാണ് നമ്മൾ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്. ഈ എക്സിലുള്ള ഡിഫറൻസ്, അപ്പോൾ എക്സിൽ ഡൊമൈനിലുള്ള ഒരു പോയിന്റാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ഇൻ എക്സ് എന്ന് പറയുന്നത്, ഡിഫറൻസ് ഇൻ എക്സ്, ആദ്യം എക്സിൻ്റെ വാല്യൂ ഇവിടെയായിരുന്നു. അടുത്ത എക്സിൻ്റെ അടുത്തൊരു നെയ്ബർഹുഡ് പോയിന്റ് നമ്മൾ എ പ്ലസ് എച്ച് ആയിട്ട് എടുത്തപ്പോൾ ഡിഫറൻസ് ഇൻ എക്സ് എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണ്, അത് എച്ച് ആണ്. ഡിഫറൻസ് ഇൻ വൈ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്,
കാരണം ഇത്രയും ഡിസ്റ്റൻസ് എഫ് ഓഫ് എ ആണ്, ഇത്രയും ഡിസ്റ്റൻസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആകുമ്പോൾ ഇതാണ് ഡിഫറൻസ് ഓഫ് y വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്, ഇത് ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ആണ്. ഇതിന് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഇനി നമുക്ക് ഈ എച്ച് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് അത് നമ്മൾ എയോട് കുറച്ച് അടുക്കുക എന്ന് വിചാരിച്ചു, എസ് ടെൻസ് ടു എ എന്ന് പറയും. അതിനെ നമ്മൾ സാധാരണ രീതിയിൽ എച്ച് ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എച്ച് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. ഇത് നമ്മൾ സാധാരണയായി സൂചിപ്പിക്കുന്നത് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ എച്ച് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എയോട് അടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങ് വരികയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കുറഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ എച്ച് എയോട് അടുക്കുന്നതിന് നമ്മുടെ ലിമിറ്റ് എസ് ടെൻസ് ടു 0 എന്ന് പറയും. ആ ഒരു അവസരത്തിൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ചിന്, അതായത് ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. ഇപ്പോൾ എച്ച് എയോട് അടുക്കുന്ന സമയത്ത് ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയും, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും, ദാറ്റ് ഈസ് എഫ് ഓഫ് എ പ്ലസ് എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്ന ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്നാണ്. കാരണം നമ്മൾ എയുടെ റൈറ്റ് സൈഡിലേക്കാണ് ഇതെടുത്തത്. അപ്പോൾ ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും, RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നൊക്കെ പറയും, RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ എച്ച് എയോട് അടുക്കുമ്പോൾ നമ്മൾ സാധാരണ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്നാണ് പറയുന്നത്. ആ അവസരത്തിൽ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. അറ്റ് ദ പോയിന്റ് എയിലെ ഡെറിവേറ്റീവ് എന്ന് പറയും. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അല്ല, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും. ഇതുപോലെ തന്നെ നമ്മൾ ഈ എച്ച് റൈറ്റിലേക്ക് എടുക്കുന്നതിന് പകരം ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ് പുറത്ത് വരും. ഈ അവസരത്തിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് സാധാരണയായി സൂചിപ്പിക്കുന്നത് എഫ് ഓഫ് എ മൈനസ് ആണ്. ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് ബൈ മൈനസ് എഫ് ഓഫ് എ ബൈ മൈനസ് എച്ച്. കാരണം ഇവിടെ എച്ച് അങ്ങോട്ട് കൂടുകയാണ്, ഇവിടെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എച്ച് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എച്ച് കുറയും, അതുകൊണ്ട് നമ്മൾ മൈനസ് എച്ച് എന്ന് എടുക്കും. അപ്പോൾ ഇവിടെ ഇത് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്നും ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്നും പറയും. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കരുതുക, അതായത് എഫ് ഓഫ് എ പ്ലസും എഫ് ഓഫ് എ മൈനസും ഈക്വൽ ആവുമെന്ന് കരുതുക. അപ്പോൾ ഇതൊരു സംഖ്യയാണ്, എന്തെങ്കിലും ഒരു നമ്പറാണ്, ഇതും അതേ നമ്പർ തന്നെ കിട്ടുന്നു, അത് രണ്ടും ഈക്വലാണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിനെ സാധാരണ സൂചിപ്പിക്കും ഇങ്ങനെയാണ്, എഫ് ഓഫ് എ പ്ലസ് സിഗൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് സിഗൽ ടു ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്സ്, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് രണ്ടും എൽ എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്, ഒരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ ആ ഒരു പോയിന്റിൽ ഇത് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ആവുന്ന അവസരത്തിൽ നമ്മൾ ഈ എ എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയും. അപ്പം ഈ എല്ലിനെ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്നും പറയും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, ഈ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആണെന്ന് കരുതുക. എ എന്ന് പറയുന്ന പോയിന്റിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കരുതുക. ഈക്വൽ ആവുന്ന അവസരത്തിൽ നമ്മൾ പറയും ഈ എല്ലിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് ഇത് രണ്ട് ഈക്വൽ ആകുമ്പോൾ ഈ ഫംഗ്ഷന് എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ പറയും. ഈ എൽ എന്ന് പറയുന്നത് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് എ എന്ന് പറയും. ഈ എൽ എന്ന് പറയുന്നത് നമ്പർ ആയിരിക്കും, ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ
അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയും. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എൽ ആണെന്ന് പറയും. ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ആവുന്ന അവസരത്തിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷനെ നമുക്ക് എന്താണ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ സാധിക്കും. നമ്മൾ കണ്ടിന്യൂറ്റി പഠിച്ച അതേ ഒരു ആശയം തന്നെയാണ്. ഈ ഒരു പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ആകും. എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണെന്നും ആ ഒരു വാല്യൂവിനെ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് എ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പോയിന്റിലെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. എ എന്ന് പറയുന്ന ഒരു പോയിന്റിലെ കാര്യമാണ്. ഇനി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഡിഫറൻഷ്യബിൾ? അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു, ഒരു ഫംഗ്ഷൻ എടുത്തു, ഇവിടെ ഒരു പോയിന്റിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡൊമൈനിൽ എല്ലാം ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, നമ്മളിപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റാണ് എടുത്തത്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് കൂടാതെ ഇതിലെ എല്ലാ പോയിന്റ്സും, ഇപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എത്രയാണ്, ഈ ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിനും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് എ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ പോയിന്റിലും, ഇവിടെ ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്, എല്ലാ പോയിന്റ്സിനും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. നമ്മൾ എന്താ പറയുന്നു? ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: dy by dx, ഈ ഫംഗ്ഷൻ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ്, ഇവിടെ എക്ക് പകരം നമ്മൾ എസ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്ന് പറയും. ഇവിടെ നമ്മളെ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എ പ്ലസ് എഫ് ഡാഷ് എ പ്ലസ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്ന് നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിനെ പറയുമെങ്കിലും പൊതുവായിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ എഫ് ഡാഷ് എ എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ അങ്ങ് എഴുതും: ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് നമ്മൾ സാധാരണ രീതിയിൽ എഴുതും. നമുക്കറിയാം ഇത് എഫ് ഡാഷ് എ പ്ലസ് ആണ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, ഇത് എഫ് ഡാഷ് എ മൈനസ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയും. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് നമ്മൾ ആ പോയിന്റിലെ ഡെറിവേറ്റീവ് നമ്മൾ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ എഴുതുന്നത്. ഈ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ എഴുതും. എന്ന് പറഞ്ഞ പോലെ ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും, അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയും. അതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്: എഫ് ഡാഷ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെ y1 എന്ന് എഴുതാം, ഇല്ലേ y ഡാഷ് എന്ന് എഴുതാം. ഇതെല്ലാം ഈ ഫംഗ്ഷൻ y ഈക്വൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യബിൾ ആണ്. അതിൻ്റെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ അതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയും. അതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ സാധാരണ രീതിയിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: dy by dx അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ്. നമ്മളിവിടെ എഫ് ഡാഷ് എ എന്ന് പറഞ്ഞ പോലെ എല്ലാ ജനറലായിട്ടൊരു പോയിന്റ് നമ്മൾ എക്സ് എടുക്കുകയാണ്. എ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡൊമൈനിലെ ഒരു പോയിന്റായിട്ട് നമ്മൾ എടുത്തെങ്കിൽ ജനറലായിട്ട് എക്സ് ഏത് പോയിന്റ് എടുത്താൽ അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലെയും റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ രീതിയിൽ എഫ് ഡാഷ് എക്സ് ഇസിക്കൽ dy by dx ഇസിക്കൽ ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്. ഇപ്പോൾ നമ്മൾ എ ആണ് ഒരു പോയിന്റ് ആണ്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് ജനറൽ പോയിന്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്ന് നമ്മൾ എഴുതും. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് പകരം നമുക്ക് dy by dx എന്നോ അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്നോ അല്ലെങ്കിൽ y ഡാഷ് എന്നോ അല്ലെങ്കിൽ y1 എന്നോ ഇതിനെല്ലാം നമ്മൾ ഈ ഫംഗ്ഷൻ്റെ അതിൻ്റെ ഡെറിവേറ്റീവിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ഒരു നൊട്ടേഷൻസ് എല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അനദർ ഫോം ഓഫ് ഡെറിവേറ്റീവ്, നമ്മളിപ്പോൾ പറഞ്ഞു dy by dx ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ സൂചിപ്പിക്കാൻ ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ഒന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് ഇതിനെ നമ്മൾ എഫ് ഡാഷ് എക്സ് എന്നൊക്കെ ഡിനോട്ട് ചെയ്തു. ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വൈ ആണെന്ന് പറഞ്ഞു. വൈ വാല്യൂയിലുള്ള ഫംഗ്ഷൻ്റെ വൈ വാല്യൂയിലുള്ള വ്യത്യാസമാണെന്ന് നമ്മൾ പറഞ്ഞു.
ഇതിനെ സാധാരണ നമ്മൾ ഡെൽറ്റ വൈ എന്ന് നമ്മൾ സൂചിപ്പിക്കുക. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ എക്സ് ആണ്. ആ എച്ചിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഡിഫറൻസ് ഇൻ എക്സിനെ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് സൂചിപ്പിക്കാറ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു നൊട്ടേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. എച്ചിന് പകരം നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് എഴുതുക. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് ഡെൽറ്റ വൈ ബൈ ഈ എച്ചിന് പകരം ഡെൽറ്റ എക്സ് എന്ന് എഴുതും. അപ്പം ഇതിൻ്റെ മറ്റൊരു നൊട്ടേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ ഡെൽറ്റ വൈ എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ഡിഫറൻസ് ഇൻ വൈ വാല്യൂ ആണ്. എച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ എക്സ് വാല്യൂ ആണ്. സോ എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നും ഇതിൻ്റെ മറ്റൊരു നൊട്ടേഷനായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ഫംഗ്ഷൻ പറഞ്ഞു, അത് എ എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ ജോമെട്രിക്കലായിട്ടുള്ള മീനിങ് എന്താണെന്ന് നോക്കണം. ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുക. ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഈ പോയിന്റിലെ സ്ലോപ്പിനെയാണ് നമുക്ക് തീറ്റ ആണെങ്കിൽ ഈ ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ സ്ലോപ്പിനെ നമ്മൾ എം ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലുള്ള ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? ആ പോയിന്റിലുള്ള ഒരു ടാൻജൻറ്റ് വരച്ചാൽ അല്ലെങ്കിൽ ആ പോയിന്റിലുള്ള സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ അതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മളെന്ന് പറയുന്നത്. അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ആ സ്ട്രൈറ്റ് ലൈനിൻ്റെ എന്താണ്? സ്ലോപ്പിനെയാണ് നമ്മളെ സ്ലോപ്പാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ദ ഡെറിവേറ്റീവ് of f of x at x is equal to a is equal to slope of the tangent at the point x is equal to a. ഇപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് എ എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ y is equal to sin x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുക. നമുക്കറിയാം അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ 0 ഇവിടെ പൈ വരികയാണെങ്കിൽ sin 0 ഇങ്ങനെ വരും. ഇവിടെ 1 വരും. ഇത്രയും പോയിന്റ് 1 ആണ്. താഴോട്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ വരുമെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഇത്രയും ഭാഗം 0 തൊട്ട് പൈ വരെയുള്ള ഭാഗം എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കർവിൽ നമുക്കറിയാം ഇവിടെ x is equal to pi by 2 ആണ്. ഇവിടെ x is equal to 0. ഈ പോയിന്റിൽ നമ്മളൊരു സ്ലോപ്പ് വരച്ചാൽ ഈ ഒരു പോയിന്റിൽ 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സ്ലോപ്പ് വരച്ചാൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ആ ടാൻജൻറ്റ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇത് 1 ആയിരിക്കും ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ tan 45 എന്ന് പറഞ്ഞാൽ എന്താണ്? tan 45 1 ആണ്. അപ്പോൾ ഈ പോയിന്റിൽ ഈ x is equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഇവിടെ നമ്മളൊരു പോയിന്റ് എടുത്തിട്ട് നമ്മളെ അവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാമെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഇവിടെയാണ് വരയ്ക്കുന്നതെന്ന് വിചാരിച്ചു, ഇതിൻ്റെ സ്ലോപ്പ് 1 ആയിരിക്കും. ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്ന് നമുക്കറിയാം. അതിന് കാരണം എന്താണ്? ഇവിടെ tan 0 ആണ്. കാരണം ഈ x ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ 0 ആണ്. tan 0 ആയിട്ട് വരും. അത് 0 ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ ഒരു പോയിന്റാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കാമെങ്കിൽ ഇങ്ങനെയാണ്
ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കാമെങ്കിൽ അവിടെ ഒരു ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാമെങ്കിൽ ഈ ആംഗിൾ ഒരു 135 വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയുള്ള ഈ പോയിന്റിൻ്റെ അല്ലെങ്കിൽ ഈ സ്ട്രൈറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആണ്. കാരണം tan 135 എന്ന് പറഞ്ഞാൽ എന്താണ്? tan 180 - 45 ആണ്. That is minus tan 45. That is -1. അപ്പോൾ ഇതിൻ്റെ ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് എടുത്തതിൻ്റെ സ്ലോപ്പ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്കിവിടെ ഈ പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0, ഇവിടെയാണെങ്കിൽ -1 ആണ്, ഇവിടെയാണെങ്കിൽ +1 ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം നമുക്കറിയാം ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം dy/dx സൈനിൻ്റെ cos x ആണ്. ഇനി dy/dx അറ്റ് ദ പോയിന്റ് x = 0 നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ പോയിന്റ് 0 x = 0 എടുക്കാമെങ്കിൽ ഇത് cos 0 ആണ്. cos 0 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് 1 ആണ്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി dy/dx ഈ പോയിന്റിൽ ഒന്ന് നോക്കാം. അറ്റ് ദ പോയിന്റ് x = π/2 നോക്കാം. അപ്പോൾ അവിടെ എന്താണ്? cos π/2 എന്ന് വരും. cos 90 0 ആണ്. അപ്പോൾ ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് 0 ആണ്, അതിൻ്റെ സ്ലോപ്പും 0. അപ്പോൾ ഇതുപോലെ ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ സ്ലോപ്പും അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഈക്വലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലൂടെ നോക്കാം. നമുക്ക് x = π എന്ന് നോക്കാം. dy/dx y = sin x ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ cos x ആണ്. അപ്പോൾ dy/dx അറ്റ് ദ പോയിന്റ് x = π നോക്കാം. അപ്പോൾ നമുക്കറിയാം cos π ആണ്. cos π എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് -1 ആണ്. അവിടുത്തെ സ്ലോപ്പും എന്താണ്? -1. അപ്പോൾ സ്ലോപ്പും ഡെറിവേറ്റീവോടെ ഈക്വൽ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Look at the problems. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f(x) mod x is not differentiable at x = 0. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. നമുക്കറിയാം ഈ ഫംഗ്ഷനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറിയാം, ഇത് പക്ഷേ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അല്ല, 0യിൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അല്ല എന്നാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ x = a എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവുന്നത്? എന്താണ്? f'(a+) ഉം f'(a- ഈക്വൽ ആകുമ്പോഴാണല്ലോ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് x = a എന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്താണ് ഇവിടെ? ഫംഗ്ഷൻ = absolute value of x. ഇതിന് വേണം നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇഫ് x > 0, 0 അതിന് മുകളിലോട്ട് വരുമ്പോൾ ഈ സംഖ്യ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. അതേസമയം -x if <0, 0യേക്കാൾ കുറഞ്ഞ ഒരു സംഖ്യ നെഗറ്റീവ് വരുവാണെങ്കിൽ ഒരു നെഗറ്റീവ് കൂടെ എഴുതി ചേർത്ത് നമുക്ക് ഈ ഫംഗ്ഷൻ എഴുതി. ഇതിൻ്റെ മറ്റൊരു ഡെഫിനിഷനാണ് ഇങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ f'0 എന്ന ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോർമുല അനുസരിച്ച് ലിമിറ്റ് h → 0 f(0 - h) f(0 by -h എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ f(0) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് നോക്കാം. f(0) എന്ന് പറയുമ്പോൾ x0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇവിടെ 0 വരുമ്പോൾ x-ന് 0 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും നമുക്കറിയാം. f(0) കാണുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. 0 - h എന്ന് പറയുമ്പോൾ x 0-നേക്കാൾ തൊട്ട് ഇടതുവശത്താണ്, 0യേക്കാൾ അല്പം കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ലിമിറ്റ് h → 0. 0 - h എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെയാണ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അതുകൊണ്ട് നമുക്ക് മൈനസ് ഈ 0 - h എന്ന് പറയുന്ന 0ക്ക് ലെഫ്റ്റിലായിട്ട് വരും. അപ്പോൾ നമുക്ക് -0 - h മൈനസ് f(0) നമ്മൾ പറഞ്ഞിട്ടുണ്ടോ 0 ആണ് ബൈ -h എന്ന്. ദാറ്റ് ഈസ് ലിമിറ്റ് h → 0. നമുക്കറിയാം ഇത് ഈ -0 നോക്കണ്ട, -+ വരും. -0 by -h. That is
ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0. ഇവിടെ എച്ചിനെ -h കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 ആണ് നമുക്ക് കിട്ടാൻ. അപ്പോൾ ഇവിടെ h 0 ആയിരിക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് -1 ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോക്കാം. f'(0 പ്ലസ് നോക്കാം. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f(0 പ്ലസ് h മൈനസ് f(0/h) ആണ്. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പോൾ 0 പ്ലസ് h എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ പോയിന്റ് വരുന്നത്? ആ പോയിന്റ് എന്ന് പറയുന്നത് 0 പ്ലസ് h എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. f(0) ആണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ലിമിറ്റ് h ടെൻഡ്സ് ടു 0. അപ്പോൾ 0 പ്ലസ് h എന്ന് പറയുമ്പോൾ 0 പ്ലസ് h ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് h ആണ്. മൈനസ് f(0) ആയിരിക്കും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു h ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻഡ്സ് ടു 0. 0 പ്ലസ് h എന്ന് പറഞ്ഞാൽ h തന്നെയാണ്. -0/h. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻഡ്സ് ടു 0. 1 എന്ന് കിട്ടും. h/h 1 ആണ്. ദാറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് -1ഉം റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 1ഉം ആണ്. അപ്പം 0 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ആണ്. Therefore at x is equal to 0, f'(0) minus not equal to f'(0 plus. Therefore f of x is not differentiable at x is equal to 0. അപ്പോൾ 0യിൽ നമ്മൾ ഇപ്പോൾ 0യിലെ ഡിഫറൻഷ്യബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ 0യുടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0യുടെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യുന്നു. അത് രണ്ടും ഈക്വൽ ആവുകയാണ് ഡിഫറൻഷ്യബിൾ ആയിരുന്നു. നമുക്ക് പറയാം ഈക്വൽ അല്ലാത്തതുകൊണ്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x is equal to 0 എന്ന് മനസ്സിലാക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Show that the function f of x is equal to x minus 1 if x less than 2, 2x minus 3 if x greater than or equal to 2, is not differentiable at x is equal to 2. എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കറിയാം ഏതൊരു ജംഗ്ഷൻ പോയിന്റ് പോലെ എടുക്കാം. ഇതിൻ്റെ 0ക്ക് ജസ്റ്റ് ലെഫ്റ്റിൽ ഫംഗ്ഷൻ x-1ഉം 0ക്ക് റൈറ്റിൽ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ 2x-3ഉമാണ്. ഇപ്പോൾ 2ലെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമ്മൾ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് f'(2 മൈനസ് നമുക്ക് നോക്കാം. നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f of 2 minus h minus f of 2 by minus h ആണ്. ഇവിടെ മൈനസ് h എന്നുള്ള പ്രത്യേക ശ്രദ്ധിക്കുക നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചാണ്. അപ്പോൾ f of 2 നമുക്കറിയാം. f of 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? f of 2 എന്ന് പറയുമ്പോൾ ഇവിടെ x-ന് f of x എന്ന് പറയുന്നത് x greater than or equal to 2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 2x minus 3 ആണ്. അപ്പോൾ f of 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയുമ്പോൾ 2 into 2 minus 3, 4 minus 3 1 ആണ്. അപ്പോൾ f of 2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് പകരം 1 എഴുതാൻ സാധിക്കും. ഇനി 2 minus h എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടിൽ കുറവാണ്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണ്? x-1 ആണ്. അപ്പോൾ ലിമിറ്റ് h ടെൻഡ്സ് ടു 0. 2 minus h എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2 minus h minus 1 എന്ന് വരും. മൈനസ് f of 2 നമ്മൾ കണ്ടിട്ടുണ്ട് 1 ആണ്. Divided by minus h. That is limit h tends to 0. This is 2 minus 1 1 ആണ്. 1 minus h minus 1 by minus h. That is limit h tends to 0. 1 minus 1 0 ആണ്. That is minus h by minus h. That is limit h tends to 0. 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ 1. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 2 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 1 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f of 2 plus h minus f of 2 by h ആണ്.
അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 2 പ്ലസ് h എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ വരും. 2നേക്കാൾ വലുതാകുമ്പോൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ 2x - 3 ആണ്. അപ്പോൾ 2 × 2 + h x കാണുന്നിടത്ത് 2 + h -3. അപ്പോൾ ഇത്രയത്തിൻ്റെ വാല്യൂ ഇതാണ്. കാരണം എന്താണ്, 2നേക്കാൾ കൂടുതലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്. 2x - 3 ആണ്. ഇപ്പോൾ x കാണുന്നിടത്ത് 2 + h ഇട്ട് കൊടുക്കുമ്പോൾ 2 × 2 + h -3 മൈനസ് f(2) നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 1 ആണ് h എന്ന് കിട്ടും. That is limit h tends to 0. ഇത് 4 + 2h -3 -1 h എന്ന് കിട്ടും. That is limit h tends to 0. ഇവിടെ ഈ 4ഉം -3 -1 -4 ആണ്. അപ്പോൾ 4 - 4 0 വരും. 2h h എന്ന് കിട്ടും. That is limit h tends to 0. 2 എന്ന് കിട്ടി. h വെച്ച് ഇവിടെ ക്യാൻസൽ 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1ഉം റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2ഉമാണ്. അപ്പോൾ അത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാം, therefore f'(2 - not equal to f'(2 plus). Therefore f of x is not differentiable at x is equal to. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x is equal to 2 എന്ന് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Prove that the function f of x is equal to absolute value of x minus 1 where x belong to R is not differentiable at x is equal to 1. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്ന f of x is equal to x minus 1 ആണ്. absolute value of x minus 1. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. x minus 1 if x greater than or equal to 1, 1 minus x if x less than 1. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഡെഫിനിഷൻ വന്നത്? അതായത് ഇപ്പോൾ നമുക്ക് ഒന്നിനേക്കാൾ കൂടിയ ഒരു സംഖ്യ എന്ന് വിചാരിച്ചു. ഇപ്പോൾ 4 - 1ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്താലും, ഇപ്പോൾ x minus 1 എന്നുള്ള രീതിയിൽ എടുത്താലും, x minus 1 എന്ന് പറയുമ്പോൾ എന്താണ്, 4 - 1 3 രണ്ടും ഒരേപോലെയാണ് ലഭിക്കുന്നത്. അപ്പം ഒന്നിനേക്കാൾ വലിയൊരു സംഖ്യ എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ x minus 1. ഇനി ഒന്നിനേക്കാൾ കുറവുള്ള ഒരു സംഖ്യ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു -1 വില എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ -1 ആകുമ്പോഴത്തേക്കിന് ഇതിനെ നമുക്ക് -1 ദാറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 2 ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1 - x കൊടുക്കുകയാണെങ്കിൽ 1 മൈനസ് ഏതാണ് -1 ആണ് നമ്മൾ കൊടുത്തത്. 1 - -1 1 + 1 2 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കിതിനെ ഒന്നിൽ കുറവായ ഒരു സംഖ്യ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഒന്നിനേക്കാൾ കൂടിയ ഒരു സംഖ്യയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ തിരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതേണ്ട, അതിന് പകരം അബ്സല്യൂട്ട് വാല്യൂ മാറ്റി x - 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ലെ ഡിഫറൻഷ്യബിലിറ്റിയാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതൊരു ജംഗ്ഷൻ പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് എക്സ് ഒന്നിനേക്കാൾ കൂടുതലാകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ഡെഫിനേഷൻ വരുന്നത്, എക്സ് ഒന്നിനേക്കാൾ കുറവാകുമ്പോൾ എങ്ങനെയാണ് ഡെഫിനേഷൻ വരുന്നത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മളെ അങ്ങനെ എഴുതിയത്. ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, f of f'(1 - 1) നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് h tends to 0 f of 1 minus h minus f of 1 by minus h ആണ്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇനി f of 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും നമുക്ക് നോക്കാം. 1 അതിനോട് ഈക്വലോ അതിനോട് മേളിലോ ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ x minus 1 ആണ്. അപ്പോൾ f of 1ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 minus 1 എപ്പോഴും 0 ആയിരിക്കും. അപ്പം f of 1 എവിടെ കണ്ടാലും നമുക്ക് എന്ത് എഴുതാം, 0 എന്ന് എഴുതാം. നമുക്ക് ഇതിൻ്റെ വാല്യൂയിലേക്ക് ഒന്ന് വരാം. ലിമിറ്റ് h tends to 0 1 minus h എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1 - 1 - h
ഇവിടെ എഴുതുന്നെങ്കിൽ 1 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 0 ആണ് നമ്മൾ എഴുതി കഴിഞ്ഞു ബൈ മൈനസ് എച്ച്. ദാറ്റ് ഈസ് ലിമിറ്റ് എസ് ടെൻസ് ടു 0. ഇവിടെ എന്താണ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്തു, മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. സോ എച്ച് ബൈ മൈനസ് എച്ച്. ദാറ്റ് ഈസ് ലിമിറ്റ് എസ് ടെൻസ് ടു 0 മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 1. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വാല്യൂ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് മൈനസ് 1. ഇനി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. എഫ് ഡാഷ് 1 പ്ലസ് നോക്കാം. ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ബൈ എച്ച് ആണ്. ഇനി എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? ഒന്നിനേക്കാൾ കൂടുതലാണ് അല്ലേ? ഒന്നിനേക്കാൾ കൂടുതലാകുമ്പം നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ എവിടെയാണ് വരുന്നത്? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഒന്നിനേക്കാൾ കൂടുമ്പോൾ എന്താണ് 1 പ്ലസ് എച്ച് മൈനസ് 1. ഒന്നിനേക്കാൾ കൂടുതലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ ഇത്രയത്തിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. മൈനസ് എഫ് ഓഫ് 1 എത്രയാണ്? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ് ബൈ എച്ച് ആണ് നമ്മൾ എഴുതുന്നത്. കാരണം മനസ്സിലായല്ലോ, ഇവിടെ 1 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെയാണ്. അപ്പോൾ എക്സ് കാണുന്നത് 1 പ്ലസ് എച്ച് മൈനസ് 1 നമ്മൾ എഴുതി ഇങ്ങനെ. അപ്പോൾ ഈ പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഇവിടെ എച്ച് ബൈ എച്ച് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എസ് ടെൻസ് ടു 0 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 ഉം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? മൈനസ് 1 ആണ്. Therefore f dash 1 minus not equal to f dash 1 plus. അതുകൊണ്ട് എന്താണ്? f of x is not differentiable at x is equal to 1. 1 ആവുമ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് വരാം. Prove that the greatest integer function defined by f of x is equal to greatest integer x where 0 less than x less than 3 is not differentiable at x is equal to 1 and x is equal to 2. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നമുക്കറിയാവുന്നതാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 നമ്മൾ എഴുതും. എഫ് ഓഫ് 1.9 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1.9 എഴുതിയാൽ നമ്മൾ 1 എഴുതത്തുള്ളൂ, 2 എഴുതത്തില്ല. ഇനിയും ഇപ്പം എഫ് ഓഫ് 2.1 ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 2 എന്ന് എഴുതത്തുള്ളൂ. ഇതിനോട് അടുത്തുള്ള ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവായിട്ടും ഗ്രേറ്ററായിട്ടും എഴുതുന്ന ഇൻറ്റിജർ 2 ആണ്. അതുകൊണ്ട് 2 എന്ന് എഴുതും. ഇത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അതിൻ്റെ ആ ഡെഫിനിഷൻ പഠിച്ചതാണ്. അതനുസരിച്ച് നമുക്ക് ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റിലും 2 എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് ചോദിച്ചത്. നമുക്ക് ആദ്യത്തെ പോയിന്റ് എടുക്കാം. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എടുക്കാം. അപ്പോൾ 1 നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഫ് ഡാഷ് 1 മൈനസ് ഒന്ന് നോക്കാം. എഫ് ഡാഷ് 1 മൈനസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ബൈ മൈനസ് എച്ച് ആണ്. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് 1 മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കുറവായൊരു സംഖ്യ. അപ്പോൾ ഒന്നിൽ കുറവായ സംഖ്യയുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എച്ച് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഖ്യയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാൻ സാധിക്കും. എന്നാൽ നേരെ മറിച്ച് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. ഇൻറ്റിജർ വരികയാണെങ്കിൽ അത് ഇൻറ്റിജർ തന്നെ. ഒന്നിന് ഇച്ചിരി കുറഞ്ഞു പോയാൽ അതിന് തൊട്ട് മുമ്പിലുള്ള ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് എസ് ടെൻസ് ടു 0 1 മൈനസ് എച്ചിന് പകരം നമുക്ക് 0 മൈനസ് 1 ബൈ മൈനസ് എച്ച് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്തിട്ട് 1 ബൈ എച്ച് എന്ന് പറയും.
ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡസ് നോട്ട് എക്സിസ്റ്റ് ലിമിറ്റ് s → 0 1/h ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. എക്സിസ്റ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഫംഗ്ഷൻ ഈസ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഫംഗ്ഷൻ ഈസ് നോട്ട് ദ ഫോർ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പം 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണ് 2 ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത്. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2. ഇവിടെ നമുക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഒന്ന് നോക്കാം. f'2 മൈനസ് നോക്കാം. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് s → 0 f2 മൈനസ് h ബൈ f(2) ബൈ മൈനസ് h ആണ്. ഇവിടെ നമുക്കറിയാം f(2) എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ അനുസരിച്ച് 2 ആണ്. ഇൻറ്റിജർ ആണ്, ഇൻറ്റിജർ തന്നെ എഴുതാൻ. 2 മൈനസ് എന്ന് പറയും f(2) മൈനസ് h എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടിൽ അല്പം കുറവായതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 1 വരും. ഇപ്പോൾ 1.8 എന്നൊക്കെ ആണെങ്കിൽ 1 എന്നല്ല ഇൻറ്റിജർ വരും. അപ്പോൾ ഇതിനെ നമുക്ക് ലിമിറ്റ് s → 0 ഇതിനെ നമുക്ക് 1 എന്ന് എഴുതാം. f(2) 2 ആണ് ബൈ മൈനസ് h എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് s → 0 minus 1 by minus h എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് s → 0 1 by h എന്ന് എഴുതാം. ഇവിടെ നമ്മളത്തെ പോലെ തന്നെ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഇതിൻ്റെ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയൊരു എന്താണ് നമുക്ക് പറയാൻ സാധിക്കും, f of x is not differentiable at x is equal to 2. അപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന് നമുക്ക് 1 എന്ന് പറയുന്ന പോയിന്റിലും 2 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലും ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.